Yes, you are even. Hello everyone, Assalamu alaikum. Welcome back to my channel. Hope you all are doing well. Alhamdulillah, I'm doing great. So this video is all about a productive fasting day എന്നൊക്കെ വേണമെങ്കിൽ പറയാം. നമ്മളുടെ മുത്തുനബി പറഞ്ഞിട്ടുള്ള ഒരുപാട് ഹദീസുകളുടെ വളരെ വ്യക്തമായിട്ട് പറയാൻ പറ്റും. സുന്നത്ത് നോമ്പുകൾ മുത്തുനബിൻ്റെ ലൈഫിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു എന്നുള്ളത്. മോസ്റ്റ് ഓഫ് ദ മൺഡേയ്സും തേഴ്സ്ഡേയ്സും നബി നോമ്പ് അനുഷ്ഠിക്കാറുണ്ട് എന്നുള്ളത്. സുന്നത്ത് നോമ്പുകൾ നമ്മളുടെ റമദാൻ മാസത്തിനെ അപേക്ഷിച്ച് നമുക്ക് ഒരുപാട് ദിവസങ്ങളിൽ എടുക്കാൻ പറ്റും. എന്നാൽ ഒരു വർഷത്തിൽ എടുക്കാൻ പറ്റാത്ത ദിവസങ്ങളും ഉണ്ട്. വർഷത്തിലെ 5 ദിവസങ്ങളിൽ നോമ്പ് പിടിക്കാനും പാടില്ല. ഈ വർഷത്തിൽ 5 ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ ഒന്ന് വലിയ പെരുന്നാൾ, 2 ചെറിയ പെരുന്നാൾ, പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മളുടെ അയ്യാമു തശ്രീഖിൻ്റെ 3 ദിവസങ്ങൾ, ദുൽഹിജ്ജ 11, ദുൽഹിജ്ജ 12, ദുൽഹിജ്ജ 13. ഈ ഒരു 5 ദിവസങ്ങളൊഴികെ ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാൻ വേണ്ടിയിട്ട് പറ്റും. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മുത്തുനബി സ്ഥിരമായിട്ട് നോമ്പ് എടുത്തുകൊണ്ടിരുന്ന 2 ദിവസങ്ങളായിരുന്നു തേഴ്സ്ഡേയ്സും മൺഡേയ്സും. ഈ 2 ദിവസങ്ങളിലെ നോമ്പിനാണ് നമ്മൾ സുന്ന നോംസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സുന്ന ഫാസ്റ്റിംഗ് ഡേയ്സ് എന്ന് പറയുന്നത്. എൻ്റെ അറിവിൽ എൻ്റെ ഗ്രാൻഡ് പാരൻസൊക്കെ ഒരുപാട് എടുത്ത് കണ്ടിട്ടുണ്ട്. ആ സമയത്തൊന്നും ആ നോമ്പിൻ്റെ ഒരു ഇമ്പോർട്ടൻസോ അല്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ഈ സുന്നത്ത് നോമ്പ് എടുക്കുന്നതെന്ന് ഗ്രാൻഡ് പാരൻസിനോട് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായിട്ടുള്ള ഹദീസുകൾ പറഞ്ഞു തരാനൊന്നും അവർക്ക് അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ നമ്മൾ കുറച്ച് വളർന്ന് വലുതായി എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞ് എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് എത്തിയപ്പോഴാണ് ഈ ഒരു മൺഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സിൻ്റെ നോമ്പിനുള്ള ഇമ്പോർട്ടൻസ് നമ്മളുടെ മുത്തുനബി എത്രത്തോളം കൊടുത്തിരുന്നു എന്നുള്ളത് മനസ്സിലാക്കിയത്. അതിനുശേഷം മോസ്റ്റ് ഓഫ് ദ വീക്കിലും ഈ ഒരു 2 ഡേയ്സ് നോമ്പെടുക്കാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. ആ ഒരു നോമ്പിലൊരു വേരിയേഷൻ സംഭവിച്ചത് ബേബി അബൂദിൻ്റെ ഡെലിവറി ഒക്കെ കഴിഞ്ഞതിൻ്റെ ശേഷമാണ് കേട്ടോ. സോ ടുഡേ ഈസ് എ മൺഡേ ആൻഡ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ഡേ. ഇന്ന് എൻ്റെ സുന്ന ഫാസ്റ്റിംഗ് ഡേ ആണ്. നിങ്ങൾക്ക് കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സോ അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വളരെ ലൈറ്റായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് മോസ്റ്റ് ഓഫ് ദ മൺഡേയ്സ് ആൻഡ് തേഴ്സ്ഡേയ്സിൽ ഞാൻ പ്രിപ്പയർ ചെയ്യാറ്. കാരണം ബേബി അബൂദ് മാത്രമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിന്ന് വളരെ ലൈറ്റായിട്ട് ദോശ ഉണ്ടാക്കി കൊടുത്തു. അവനത് കഴിച്ചു. അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ആ ടൈമിൽ തന്നെ ഞാൻ ലഞ്ച് കൂടി പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ബിക്കോസ് നോമ്പായതുകൊണ്ട് കുറച്ച് ടയേർഡ് കൂടി ആയിരിക്കും കുറച്ച് ടൈം കഴിയും തോറും. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ അവന് കുറച്ച് പുലാവ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇത് പാകിസ്ഥാനി പുലാവാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു റെസിപ്പിയാണ്. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാം. ആവശ്യത്തിന് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ഗാർലിക് ചോപ്പ് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. അതൊന്ന് ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ അതിലേക്ക് നമ്മളുടെ ഒണിയൻ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഒണിയനും ജസ്റ്റ് ഒന്ന് സോട്ടാകുമ്പോൾ അതിലേക്ക് നമുക്ക് സ്പൈസസ്, നമ്മളുടെ കുരുമുളക്, പട്ട, ഏലം, ഗ്രാമ്പൂ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ജീരകം, 2 ജീരകങ്ങൾ ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ക്യുമിൻ കുറച്ച് അധികം ഇട്ട് കൊടുക്കുക. ഈ ഓണിയൻ്റെ കളർ ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആവുന്ന വരെ നമ്മളത് സോട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ടത് ഓണിയൻ ഒത്തിരി കരിയാണ്ടിരിക്കാൻ വേണ്ടി കുറച്ച് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതുകൂടി ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ടൊമാറ്റോ ഇട്ട് കൊടുക്കുക, ചില്ലി ഇട്ട് കൊടുക്കുക. ഈ ടൊമാറ്റോയും ചില്ലിയും ഇതിൽ കിടന്ന് നന്നായിട്ടൊന്ന് കുക്കാവട്ടെ. ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കുക. ടേമറിക് ഒഴികെയുള്ള എല്ലാ സ്പൈസസും ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ടേമറിക് ഉണ്ടെങ്കിൽ നന്നായിട്ട് കളർ ഡിഫറൻസ് വരും. അതുകൊണ്ടാണ് ടേമറിക് ആഡ് ചെയ്യാത്തത്. നമുക്കിതിലേക്ക് ചില്ലി പൗഡർ, കൊറിയാൻഡർ പൗഡർ, ക്യുമിൻ പൗഡർ, ഗരം മസാല ഇത് 3 കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് ടൊമാറ്റോ കുക്ക് ചെയ്യുന്നവരെ നമുക്ക് ക്ലോസ് ചെയ്ത് വെക്കാം. സ്പൈസസ് ഒക്കെ ആഡ് ചെയ്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് സ്പൈസസ് ഇടുന്ന ടൈമിൽ മാത്രം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊരു 5 to 10 മിനിറ്റ്സ് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. ചിക്കനും സോൾട്ട് കൂടി ഇട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇനി ചിക്കൻ ഒരു 70% കുക്കാവുന്നത് വരെ നമുക്കിതൊന്ന് ക്ലോസ് ചെയ്ത് വെച്ചിട്ട് കുക്ക് ചെയ്തിട്ടെടുക്കാം. സ്പെഷ്യൽ ഡിസ്ക്ലൈമർ, ചിക്കൻ ടോട്ടലി കുക്കാക്കരുത്. ബിക്കോസ് നമ്മൾ ഇതിലേക്ക് റൈസ് ആഡ് ചെയ്യുമ്പം റൈസിൻ്റെ കുക്കിംഗ് ടൈം കൂടി എടുക്കും. അപ്പോൾ ചിക്കൻ മൊത്തത്തിൽ ഉടഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് ഒരുപാട് കുക്ക് ചെയ്തിട്ട് എടുക്കരുത്. ഒരു 70% കുക്ക് ചെയ്താൽ മതി.
ഒരു ചെറിയ രീതിയിലുള്ള പുളി ഈ പുലാവിന് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് ഞാൻ ചെറിയ 2 പീസ് പുളിയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരും, അതായത് പാകിസ്ഥാനികൾ, ഇതിലേക്ക് പുളി വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഞാൻ അത്ര പുളി വേണ്ട, ഒരു ലൈറ്റായിട്ടുള്ള പുളി മതി എന്നുള്ളതുകൊണ്ട് ചെറിയ 2 പീസ് പുളിയുടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ പുലാവിന് ഞാൻ യൂസ് ചെയ്യുന്നത് ഡാൽഡയുടെ ബസ്മതി റൈസാണ്. അത് നന്നായിട്ട് വാഷ് ചെയ്ത് ഒരു 1/2 hour സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് വാട്ടർ കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. വാട്ടറിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് 1 കപ്പ് റൈസ് ആണെങ്കിൽ 1.5 കപ്പ് വാട്ടർ, ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വാട്ടർ കൂടി വെച്ച് കൊടുക്കുക. നമുക്കിത് ക്ലോസ് ചെയ്ത് സ്റ്റീം പുറത്തു പോകാണ്ട് ഒരു 20 minutes ലോ ഫ്ലെയിമിലിട്ടിട്ട് പതിയെ കുക്ക് ചെയ്തിട്ടെടുക്കാം. ഈ ഒരു ടൈമിൽ ഞാൻ ബേബി അബൂദിന് മിഡ് ടൈം സ്നാക്ക് കൂടി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ലൈറ്റായിട്ടൊന്ന് വയറ് ഫില്ല് ചെയ്യാമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ബിക്കോസ് ഞാനും മോനും കൂടി ഗ്രോസറി ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു 1 hour 1.5 hour നമ്മളവിടെ സ്പെൻഡ് ചെയ്യും. തിരിച്ചു വരുമ്പോഴേക്കും ലഞ്ച് ടൈം ആവും. അതിനിടയിൽ അവന് വിശക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ വേഗം തന്നെ ഒരു മിഡ് ടൈം സ്നാക്ക് കൊടുത്തത്. അപ്പോൾ നമ്മളിപ്പോൾ ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പോവാണ്. വീക്കെൻഡിൽ നമ്മൾ ഗ്രോസറി ഷോപ്പിംഗ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് വേറെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ബിസി ആയിട്ട് പോയി. അപ്പോൾ ഈ മൺഡേ ഞാനും മോനോടെയാണ് ഗ്രോസറി ഷോപ്പിങ്ങിന് പോകുന്നത്. അൽഹംദുലില്ലാ ഇപ്പം ക്ലൈമറ്റിൽ നല്ല ചേഞ്ച് ഉള്ളതുകൊണ്ട് തന്നെ വലിയൊരു ബുദ്ധിമുട്ടില്ലാണ്ട് നമുക്ക് ഗ്രോസറി ഷോപ്പിങ്ങിനാണെങ്കിലും പുറത്തേക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു 10 to 15 minute വാക്കിംഗ് ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റിലേക്ക്. ഞാൻ കൂടുതലും നെസ്റ്റോ ആണ് ഗ്രോസറി ഷോപ്പിങ്ങിന് വേണ്ടിയിട്ട് പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. അവിടെ അത്യാവശ്യം നന്നായിട്ട് ഓഫറും ഉണ്ടാവാറുണ്ട്. കൂടുതൽ ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് നല്ല ഫ്രഷ് വെജിറ്റബിൾസും ഫ്രഷ് ഫ്രൂട്ട്സും ഒക്കെ ലുലുവിലാണ് അവൈലബിൾ കൂടുതലെന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മളടുത്തുള്ള നെസ്റ്റോയിൽ മോസ്റ്റ് ഓഫ് ദ ടൈമും നല്ല ഫ്രഷ് ആയിട്ടുള്ള ഐറ്റംസ് തന്നെയാണ് ഉണ്ടാവാറ്. വീക്കെൻഡ്സിലാണ് പർച്ചേസിന് പോകുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതലും ലുലു ആണ് പ്രിഫർ ചെയ്യുന്നത്. ലുലുവിൽ അത്യാവശ്യം നല്ല ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. നെസ്റ്റോയിലാണെന്നുണ്ടെങ്കിലും വീക്കെൻഡ്സിലാണ് കൂടുതലും ഓഫേഴ്സ് ഉണ്ടാവാറ്. വീക്ക് ഡേയ്സിൽ ഓഫേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. ഫാസ്റ്റിങ്ങിലായതുകൊണ്ട് ഞാൻ അത്യാവശ്യം ടയേർഡായിരുന്നു. അതുകൊണ്ട് ഒരുപാട് വീഡിയോ ക്ലിപ്സും കാര്യങ്ങളൊന്നും എനിക്ക് നെസ്റ്റോന്ന് എടുക്കാൻ വേണ്ടി പറ്റിയില്ല. അപ്പോൾ ഇതൊക്കെ ആയിരുന്നു ഞാൻ ഷോപ്പ് ചെയ്തത്. ഞാൻ ലൈറ്റായിട്ട് പെട്ടെന്ന് തന്നെ ഒന്ന് കാണിച്ചു പോവാം. വീക്കെൻഡ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒഴിവാക്കാൻ പറ്റാത്ത ഗ്രോസറി ഷോപ്പിംഗ് ലിസ്റ്റിലുള്ള ഒരു പ്രൊഡക്റ്റാണ് റാഗി. അബൂദിനല്ല, ഇപ്പം ഞങ്ങളും നൈറ്റ് ടൈമിലൊക്കെ ചില സമയങ്ങളിൽ ഡിന്നർ റാഗിയാണ് കഴിക്കാറ്. ഇറ്റ്സ് റിയലി ഗുഡ് ഫോർ ഹെൽത്ത്. ഒരുപാട് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതിലും എത്രയോ നല്ലതാണ് റാഗി കഴിക്കുന്നത്. അതുകൊണ്ട് മിൽക്കിൽ മിക്സ് ചെയ്ത് നമ്മൾ റാഗി കുടിക്കാറുണ്ട്. നെക്സ്റ്റ് വാങ്ങിയത് ഡിന്നറിനും ബ്രേക്ക്ഫാസ്റ്റിനും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് നമ്മളുടെ ചിക്പി. ഇല്ലാന്നുണ്ടെങ്കിൽ ഹമ്മൂസെങ്കിലും പ്രിപ്പയർ ചെയ്യാൻ ചിക്പി യൂസ് ചെയ്യാറുണ്ട്. ഇറ്റ്സ് റിയലി ഗുഡ്. ഞാൻ ഈ ഒരു അല്ലമി എന്ന് പറയുന്ന ബ്രാൻഡാണ് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് കേട്ടോ. ലുലുന്ന് വാങ്ങുന്ന ചിക്പി പെട്ടെന്ന് കുക്കാവും. അത് മാത്രമല്ല അതിൻ്റെ ടേസ്റ്റിൽ എനിക്ക് നല്ല വേരിയേഷൻ ഡിഫറൻസ് ഫീൽ ചെയ്തു. അതുകൊണ്ട് ഞാൻ ഈ ഒരു അല്ലമി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റാണ് ഇപ്പോൾ റീസെൻ്റായിട്ട് കൂടുതലും പർച്ചേസ് ചെയ്യുന്നത്. ഇത് നമ്മളുടെ പത്തിരിപ്പൊടി, ഈസ്റ്റേണിൻ്റെ പത്തിരിപ്പൊടിയാണ് യൂസ് ചെയ്യുന്നത്. ഇത് വറുക്കാത്ത പത്തിരിപ്പൊടിയാണ്. ഓറഞ്ച് കളറിലുള്ള ഒരു പാക്കറ്റ് ഉണ്ട് വറുത്തത്. ഇതിനേക്കാളും കൂടുതലും അതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടേസ്റ്റി ഫുഡിൻ്റെ സ്റ്റീം പുട്ടുപൊടി ഇതൊന്നും ഇപ്പോൾ കിച്ചണിൽ യൂസ് ചെയ്യാറേ ഇല്ല കേട്ടോ. ബിക്കോസ് എൻ്റെ ഹസ്ബൻഡ് ഡയറ്റ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കാർബോഹൈഡ്രേറ്റഡ് ഫുഡ് കഴിക്കാറേ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. വൈറ്റ് റൈസ് അടങ്ങിയിട്ടുള്ള ഫുഡ് ഇപ്പം കൂടുതലും ബ്രേക്ക്ഫാസ്റ്റിന് ബേബി അബൂദിനാണ് കൊടുക്കാറ്. ലൈക്ക് ദോശ, പുട്ട്, അതുപോലുള്ള ഐറ്റംസൊക്കെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാറേ ഇല്ല. ഇറ്റ്സ് റിയലി ഗുഡ് ദാറ്റ് ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യുക എന്നുള്ളത് നമ്മളുടെ മൈൻഡിനും ബോഡിക്കും ഒരുപാട് ചേഞ്ചസ് വരും. ടോഡ്ലേഴ്സിനൊക്കെ മോർണിംഗ് കൊടുക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് നല്ല നാച്ചുറലി കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള വേയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരും ആ ഒരു ലൈഫ് സ്റ്റൈൽ ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യും. ഈ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ്സിന് വേറൊരു അഡ്വാൻറ്റേജ് കൂടി ഉണ്ട്. വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരുപാട് ഹെൽത്തി റെസിപ്പീസ് ഉണ്ട്. നമ്മൾ യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ഒക്കെ ഇങ്ങനെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. സോ അങ്ങനെയുള്ള ഫുഡാണ് നമ്മൾ ട്രൈ ചെയ്യുന്നത് അല്ലെങ്കിൽ പ്രിപ്പയർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഒരുപാട് ടൈമും നമുക്ക് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എൻ്റെ കിച്ചണിൽ കുറച്ചധികം യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാട്ടോ ഈ ഒരു വീറ്റ് ഫ്ലോർ. ആക്ച്വലി ഏതൊരു പ്രൊഡക്റ്റും ഒരു പരിധിയിലധികം നമ്മളുടെ ബോഡിയിലേക്ക് പോയാൽ അതിന് അഡ്വാൻറ്റേജും ഉണ്ട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. അതുപോലെ തന്നെ വീറ്റ് ഫ്ലോറും ഒരു പരിധിയിലധികം നമ്മളുടെ ബോഡിയിലോട്ട് പോയാൽ ഒരു കാർബോഹൈഡ്രേറ്റിന് ഈക്വലാണ് എന്ന് തന്നെ പറയാം. നമ്മളൊരു 2 to 3 ചപ്പാത്തി കഴിക്കുന്നതിന് ഈക്വലാണ് ഒരു 1 കപ്പ് റൈസ് വെച്ചിട്ടുള്ള ചോറ് പ്രിപ്പയർ ചെയ്തിട്ട് കഴിക്കുന്നത്. സോ എല്ലാം ക്വാളിറ്റിയും ക്വാണ്ടിറ്റിയും ഒക്കെ പ്രിഫർ ചെയ്തിട്ടിരിക്കും നമ്മളുടെ ഹെൽത്ത് കണ്ടീഷൻ. ലൈഫിൽ നമ്മളെ ബോഡിയെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടാക്കുന്ന അസുഖങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ശരിക്കും എത്രത്തോളം ഒരു അൺഹെൽത്തി ആയിട്ടുള്ള ലൈഫാണ് ലീഡ് ചെയ്യുന്നതെന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെത്താം.
ആ ഒരു ഫേസ് നമ്മൾ ഫേസ് ചെയ്യുന്ന സമയത്ത് മേ ബി നമ്മളുടെ ബോഡി നമ്മൾ വിചാരിക്കുന്ന ഒരു വേല് മൂവ് ചെയ്ത് കൊള്ളണം എന്നില്ല. സോ അതിൻ്റെ മുന്നേ തന്നെ നമ്മളുടെ ബോഡിയിൽ കാര്യമായിട്ടുള്ള ഹെൽത്ത് കണ്ടീഷൻസും കാര്യങ്ങളും കീപ്പ് ചെയ്യുക എന്നുള്ളത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് കേൾക്കുമ്പം ചിലപ്പം പണ്ടത്തെ ജനറേഷനിലുള്ള ആൾക്കാരൊക്കെ വിചാരിക്കുന്നുണ്ടാവും ഞങ്ങളുടെ കുട്ടിയൊക്കെ ഞങ്ങൾ ഇതേപോലെയുള്ള ദോശ, ഇഡ്ഡലി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുത്തിട്ട് തന്നെയാണ് വളർത്തിയതെന്നൊക്കെ. ആക്ച്വലി നമ്മളുടെ നമ്മളുടെ ജനറേഷനും അവരുടെ ജനറേഷനും തമ്മിൽ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അവരുടെ ജനറേഷനിൽ അവർ കഴിക്കുന്ന ഫുഡിനനുസരിച്ച് എക്സസൈസും കാര്യങ്ങളും ഒക്കെ നാച്ചുറൽ വേയിൽ തന്നെ ഉണ്ടായിരുന്നു. നമ്മൾ എക്സസൈസ് ചെയ്യുന്ന പോലെ അതിന് വേണ്ടി ടൈം കണ്ടെത്തി എക്സസൈസ് ചെയ്യേണ്ട ഒരു ആവശ്യം ആ ഒരു ജനറേഷനിൽ ഉണ്ടായിരുന്നില്ല. ലൈക്ക് സ്കൂളിൽ പോകാൻ വേണ്ടി നടക്കുന്നതും പള്ളിയിലേക്ക് പോകാൻ വേണ്ടി നടക്കുന്നതും അല്ലെങ്കിൽ മോർണിംഗ് വാക്കിന് പോകുന്നതും ഒക്കെ. ഇന്നത്തെ ജനറേഷനിൽ എല്ലാവരും ടൈം കണ്ടെത്തിയിട്ടാണല്ലോ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. സോ ജനറേഷൻ ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എല്ലാവരും മനസ്സിലാക്കുന്നത് കുറച്ചുകൂടി നല്ലതായിരിക്കും. ഈവനിങ് നോമ്പ് തുറക്കാൻ വേണ്ടി നമുക്കൊരു ഗസ്റ്റ് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ല അയക്കുറ ബിരിയാണി കൂടി പ്രിപ്പയർ ചെയ്തു. ഞാനും ഈ പറയുന്ന പോലെ കംപ്ലീറ്റ്ലി ഹെൽത്തി ആയിട്ടുള്ള ഒരു ലൈഫ് ലീഡ് ചെയ്യുന്ന ആളൊന്നുമല്ല. നല്ല അൺഹെൽത്തി ആയിട്ടുള്ള ഫുഡും പ്രിപ്പയർ ചെയ്യാറുണ്ട്. പക്ഷേ ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ശേഷമാണ് ലൈഫിൽ ഒരുപാട് ചേഞ്ചസ് ഹെൽത്തി ആയിട്ടുള്ള വേയിൽ ഉണ്ടാവാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം അതൊരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. നിങ്ങൾ ആരെങ്കിലും അൺഹെൽത്തി ആയിട്ട് ഒരുപാട് ഓയിലി ഫുഡ്സൊക്കെ കഴിക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ ട്രൈ ടു അവോയ്ഡ്, അല്ലെങ്കിൽ സ്വിച്ച് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യുക. പാം ഓയിലൊന്നും യൂസ് ചെയ്യാണ്ടിരിക്കുക. അൺറിഫൈൻഡ് ഓയിൽസൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. റിഫൈൻഡ് ഓയിൽസ് കംപ്ലീറ്റ്ലി ഒഴിവാക്കുക. അൺറിഫൈൻഡ് ആയിട്ടുള്ള ഓയിൽസ് വാങ്ങിയിട്ട് യൂസ് ചെയ്യാം. ഈ ഓയിൽസൊക്കെ കംപ്ലീറ്റ്ലി ഒഴിവാക്കാൻ പറ്റാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് വേണമെങ്കിൽ ഒലീവ് ഓയിലേക്കൊക്കെ ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഉച്ചയ്ക്ക് ബേബി അബൂദിന് മിഡ് ടൈം സ്നാക്ക് ഉണ്ടാക്കി കൊടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് മൂപ്പര് മൊത്തത്തിൽ കഴിച്ചില്ല. അതുമാത്രമല്ല പുലാവും ഒരുപാട് കഴിച്ചില്ല. അപ്പോൾ വിശക്കുന്നു എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിന് ലൈറ്റായിട്ട് കുറച്ച് ചീസും ജസ്റ്റ് ഒന്ന് സ്ക്രാമ്പിൾഡ് എഗ്സും ഉണ്ടാക്കി കൊടുത്തു. അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് മിൽക്ക് കൂടി കൊടുക്കുന്നുണ്ട്. ഇത് ലോ ഫാറ്റ് മിൽക്കാണ്. ഹൈ ഫാറ്റ് മിൽക്ക് മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് ആവുന്നതുകൊണ്ട് തന്നെ കോൾഡും ഹൈ ഫാറ്റ് മിൽക്കും ഒട്ടും യോജിക്കില്ല. അത് അവർക്ക് കഫ് ഇഷ്യൂസൊക്കെ ഉണ്ടാക്കാൻ ചാൻസ് കൂടുതലാണ്. സോ മോന് ഇത് കഴിക്കുന്ന ടൈമിൽ ഞാൻ വേഗം എൻ്റെ അസർ പ്രെയർ കൂടി കംപ്ലീറ്റ് ചെയ്തു. ദിക്റും കാര്യങ്ങളൊക്കെ ഒരു 10 to 15 minutes അതിന് വേണ്ടി കൂടി സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്നാക്കായിട്ട് ഞാൻ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മളെ മലബാറി ടൈപ്പിലുള്ള നല്ല പഴം നിറച്ച് പൊരിച്ചതും വളരെ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാൻ പറ്റുന്ന ഒരു 5 minute റെസിപ്പിയിലുള്ള ഒരു ഫിലിപ്പീനി ബനാന വെച്ചിട്ടുള്ള ഒരു ഐറ്റം, അതുപോലെ തന്നെ നമ്മളുടെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തതും ഷുഗറി ടോസ്റ്റ്. ഫാസ്റ്റിംഗ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഗസ്റ്റ് ഉള്ളതുകൊണ്ട് മാത്രമാട്ടോ നമ്മൾ ഇത്രയും സ്നാക്സൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. മോസ്റ്റ് ഓഫ് ദ ടൈമും ഞാനും എൻ്റെ ഹസ്ബൻഡും മാത്രമാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാറേ ഇല്ല. നമ്മളുടെ മെയിൻ ഫുഡ് കഴിച്ചിട്ട് തന്നെ നോമ്പ് ബ്രേക്ക് ചെയ്യാറാണ് പതിവ്. അപ്പോൾ ഫിലിപ്പീനി ബനാന ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒരു 2 to 3 daysനകത്ത് അത് പെട്ടെന്ന് പഴുത്തു പോകും. അപ്പോൾ നമ്മൾ അധികം ആരും കഴിക്കാറില്ല. അങ്ങനെ ഒരു കേസിൽ ആ ഒരു ബനാനൻ്റെ പൊസിഷൻ എത്തുമ്പോൾ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു 5 minute റെസിപ്പിയാണ് കേട്ടോ ഇത്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ആവശ്യമുള്ള ഒരു ഈസി റെസിപ്പിയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ഫിലിപ്പീനി ബനാന എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് പിഞ്ച് സോൾട്ടും ഷുഗറും ഫ്ലോറും കാർഡമൻ പൗഡർ ഇട്ടിട്ട് നന്നായിട്ട് ഇതുപോലുള്ള ഒരു ടെക്സ്ചറിലാക്കി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വാട്ടർ ഒന്നും ആഡ് ചെയ്യണ്ട. മിക്സ് ചെയ്തതിന് ശേഷം ഒരു 5 minute നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം. ഈ ഒരു ടൈമിൽ നമ്മളുടെ ഇന്ത്യൻ ബനാന നന്നായിട്ട് കുക്കായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിയിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള തീനൂടി പ്രിപ്പയർ ചെയ്തിട്ടെടുക്കാം. തീൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ആവശ്യത്തിന് ഗീ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കാഷ്യൂസും റേസിൻസും ഇട്ടിട്ട് നന്നായിട്ടൊരു ഗോൾഡൻ ബ്രൗൺ ആവുന്നവരെ നമുക്കൊന്ന് സോട്ട് ചെയ്തിട്ടെടുക്കാം. റേസിൻസും കാഷ്യൂസും ഗോൾഡൻ ബ്രൗൺ ആയതിൻ്റെ ശേഷം നമുക്ക് ഇതിലേക്ക് ഗ്രേറ്റഡ് കോക്കനട്ട് കൂടി ആഡ് ചെയ്തിട്ട് കൊടുക്കാം. ആവശ്യത്തിന് ഷുഗർ കൂടി ഇട്ടിട്ട് നമുക്കിത് ലൈറ്റായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ടിടാം. ഒരുപാട് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ കോക്കനട്ട് പെട്ടെന്ന് തന്നെ ഡ്രൈ ആയി പോകാൻ ചാൻസ് കൂടുതലാണ്. ഡ്രൈ ആയി കിട്ടുന്ന ഒരു തീനേക്കാളും നല്ല ടേസ്റ്റ് ആ ഒരു കംപ്ലീറ്റ് വാട്ടറിൽ കിടക്കുന്ന ടെക്സ്ചറുള്ള കോക്കനട്ടിനാണ്. ആവശ്യത്തിന് ഷുഗർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓഫ് ചെയ്തതിന് ശേഷം ഞാനൊരു 1/2 tablespoon കാർഡമൻ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക. തണുത്തതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ സോട്ട് ചെയ്ത് വെച്ച ബനാനൻ്റെ ഉള്ളിൽ ഫില്ല് ചെയ്തിട്ട് കൊടുക്കാം. നെക്സ്റ്റ് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മളിത് നേരത്തെ ഫിലിപ്പീനി ബനാനൻ്റെ ഉണ്ടാക്കി വെച്ച തീനായിരുന്നു. അത് നമുക്ക് നന്നായിട്ട് ഹോട്ടായിട്ടുള്ള ഓയിലിലേക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ ഫ്ലെയിം പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം കേട്ടോ. ബനാനയും ഫ്ലോറും കൂടിയും നല്ല സ്മൂത്തി ടെക്സ്ചർ ആയതുകൊണ്ട് ഉള്ളിലേക്ക് ഓയിലിൻ്റെ
കണ്ടൻറ്റ് പെട്ടെന്ന് തന്നെ കയറാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇത് കുക്ക് ചെയ്യരുത്, ഹൈ ഫ്ലെയിമിലും ഇട്ടിട്ട് കുക്ക് ചെയ്യരുത്. ലോ ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്താൽ പെട്ടെന്ന് തന്നെ ഉള്ളിലേക്ക് ഓയിൽ കണ്ടൻറ്റ് കയറുകയും സ്നാക്ക് മൊത്തത്തിൽ ഫുൾ ഓയിലി ആവാൻ ചാൻസ് കൂടുതലാണ്. ഹൈ ഫ്ലെയിമിലിട്ടാൽ പുറം പെട്ടെന്ന് കരിയും, ഉള്ളിൽ ആവശ്യത്തിന് കുക്കാവാണ്ടിരിക്കും. അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതുപോലെ നന്നായിട്ട് കുക്ക് ചെയ്തിട്ട് ഒരൊറ്റ പ്രാവശ്യം മാത്രം ഇതുപോലെ മറിച്ചിട്ടിട്ട് കൊടുക്കുക. ഒരുപാട് നേരം സ്പൂണിട്ട് ഓയിലിൻ്റെ ഉള്ളിൽ ഇളക്കിക്കൊണ്ടിരുന്നാൽ ഇതുപോലെ ഓയിൽ കണ്ടൻറ്റ് കൂടാൻ ചാൻസ് കൂടുതലാണ്. അൺഎക്സ്പെക്റ്റഡ് ഒക്കെ ആയിട്ട് ഗസ്റ്റൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു നല്ല റെസിപ്പിയാണ് കേട്ടോ ഇത്. ഞാനിതിനെ 5 മിനിറ്റ് റെസിപ്പി സ്നാക്ക് എന്നാണ് പറയാറ്. നല്ല ടേസ്റ്റാണ്. വീറ്റ് ഫ്ലോർ ആഡ് ചെയ്തിട്ടും ഇത് പ്രിപ്പയർ ചെയ്തിട്ട് എടുക്കാൻ പറ്റും. ഞാൻ ഉണ്ടാക്കാറുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ ആയതുകൊണ്ട് ഞാൻ വലിയ രീതിയിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നില്ല. പ്രിപ്പയർ ചെയ്ത 2 സ്നാക്കും ഷുഗർ ആയതുകൊണ്ട് ഇനി ഉണ്ടാക്കുന്നത് ലൈറ്റായിട്ടുള്ള ഒരു സ്പൈസി സ്നാക്ക് ആക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ ഹസ്ബൻഡ് ഷുഗർ കഴിക്കില്ല. അതിനുവേണ്ടി ഞാൻ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ നോർമൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എഗ്ഗ്, സോൾട്ട്, അതിലേക്ക് കുറച്ച് പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ദാറ്റ്സ് ഇറ്റ്. ദിസ് ഈസ് ഹൗ മൈ ഫാസ്റ്റിംഗ് ഡേയ്സ് ലുക്സ് ലൈക്ക്. എന്നൊന്നും വേണമെങ്കിൽ പറയാൻ പറ്റില്ല, കാരണം ഇതൊരു ഗസ്റ്റ് ഉള്ളതുകൊണ്ടാണ് വളരെ ബിസി ആയി പോയത്. അല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ വളരെ സിമ്പിളായിട്ടാണ് സുന്ന ഫാസ്റ്റിംഗ് ഡേയ്സൊക്കെ ഹാൻഡിൽ ചെയ്യാറ്. Anyway, thank you so much to those who are watching till the end. Thank you.